കായംകുളം DYSP ആയിരിക്കെ 2009 കാലത്ത് അവിടെ റെയിൽവേ ലൈൻ അതിന് ചുറ്റുപാടും അതിൻ്റെ പരിസരത്തുള്ള വീടുകളിൽ തുടർച്ചയായി ഭവനഭേദനവും കവർച്ചയും നടക്കുന്നു. 6 അല്ലെങ്കിൽ 5-6 ആളുകൾ വീടിൻ്റെ വാതിൽ പൊളിച്ചകത്ത് കയറി ബലമായിട്ട് മോഷണം നടത്തുകയാണ്. ആളുകളെ ഉപദ്രവിച്ച് മോഷണം നടത്തുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള കവർച്ച. വീട്ടിനുള്ളിൽ പ്രവേശിക്കുന്നത് 1-2 പേരെ കാണുകയുള്ളൂ. അപ്പോൾ ഒരു സംഘമായിട്ടാണ് ഇവർ വരുന്നത്. അത് ഒരാഴ്ചയിൽ 1-2 കേസുകൾ ആ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുകയാണ്. പ്രത്യേകിച്ചും അത് റെയിൽവേ പാളത്തിൻ്റെ അരികിലുള്ള വീടുകളാണ്. പ്രത്യേകിച്ചും പോലീസിന് പെട്രോളിംഗ് നടത്താൻ അല്ലെങ്കിൽ പോലീസിൻ്റെ സാന്നിധ്യം വളരെ കുറവുള്ള പ്രദേശങ്ങളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ രീതിയിൽ ഒരു സംഘമായിട്ട് തന്നെ വന്ന് അവരാരാണ് എന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. അവർ വീടിനുള്ളിൽ കയറി ആരെങ്കിലും എതിർക്കാനോ ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ ആണുങ്ങളെ കല്ലുകൊണ്ടിടിക്കുക അല്ലെങ്കിൽ കയ്യിലുള്ള കമ്പി കൊണ്ട് അടിക്കുക. ആ രീതിയിൽ ഗുരുതരമായിട്ട് പരിക്കേൽപ്പിച്ചിട്ടാണ് ബലമായിട്ട് അലമാരയിലുള്ള സ്വർണമോ പണമോ ഒക്കെ എടുത്തുകൊണ്ട് പോകുന്നത്. അത് തുടർച്ചയായിട്ട് പല കേസുകളായി. അത് വലിയ ഒരു പോലീസിൻ്റെ ഉറക്കം കെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു. പ്രാദേശികമായിട്ടുള്ള പത്രങ്ങളുമൊക്കെ അത് ഒരു വലിയ കൊള്ളസംഘം എവിടുന്നോ വന്നിരിക്കുന്നു എന്നുള്ള രീതിയിലായി. അവർ ഒന്നും സംസാരിക്കുന്നില്ല. വീടുകളിൽ കയറി ആരോടും ഒന്നും സംസാരിക്കുന്നില്ല. അല്ലെങ്കിൽ ആ കാര്യങ്ങൾ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു പോവുകയാണ്. ബലമായിട്ട് സ്ത്രീകളൊക്കെ ഉണ്ട്, സ്ത്രീകളെ ഭയപ്പെടുത്തി മാറ്റി നിർത്തിക്കൊണ്ട് അലമാര അല്ലെങ്കിൽ മേശയോ എന്താണോ അത് തുറക്കുന്നു. സ്ത്രീകളുടെ കയ്യിലുള്ള ആഭരണങ്ങൾ ഊരി വാങ്ങുന്നു. വളരെ ഭയാനകമായിട്ടുള്ളൊരു അവസ്ഥ. വീട്ടിൽ ആർക്കും കിടക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ധൈര്യമായിട്ട് ഒരാൾക്ക് പോലും കഴിയാൻ പറ്റാത്ത ഒരവസ്ഥ. ആളുകളൊക്കെ വീടിൻ്റെ സുരക്ഷിതത്വത്തെപ്പറ്റി ആലോചിച്ചും ചിന്തിച്ചും അത് ബലപ്പെടുത്തുകയൊക്കെ ചെയ്യുകയാണ്. എത്ര ബലപ്പെടുത്തിയാലും അത് ശക്തമായ നിലയിൽ കതകോ അല്ലെങ്കിൽ വാതിലോ എന്താണോ അത് പൊളിച്ചകത്ത് കിടക്കുന്ന ഒരു സംഘം. അന്ന് DYSP ആയിരിക്കെ എനിക്കും ഈ പറഞ്ഞതുപോലെ ഇത് ഒരു വലിയ പ്രശ്നവും തലവേദനയുമായിട്ട് മാറി. എങ്ങനെയും ഇവരെ പിടികൂടിയേ ഒക്കൂ. കാരണം അത്രമേൽ ഗൗരവമുള്ളൊരു വിഷയമാണ്. പോലീസിന് പൗരൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട പോലീസിനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബാധ്യത. കാരണം ജീവനും പോകുന്നു, അല്ലെങ്കിൽ ജീവൻ പോകുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു, അതുപോലെ തന്നെ സ്വത്തും പോകുന്നു. ഞങ്ങൾ പോലീസുകാരെ എല്ലാവരെയും കൂട്ടിച്ചേർത്ത് പരമാവധി പോലീസിനെ ചേർത്തുകൊണ്ട് ഇതിന് പ്രതിരോധിക്കാനായിട്ട് രാത്രിയിൽ ശക്തമായ രാത്രികാല പെട്രോളിങ്ങും വാഹന പരിശോധനയും എല്ലാം നടത്തുകയാണ്. അങ്ങനെ നടത്തുമ്പോൾ ഒരു പ്രദേശത്ത് ഏതെങ്കിലും എവിടെയാണോ പോലീസിൻ്റെ കുറവായിട്ടുള്ളത് അവിടെ നിന്ന് നടക്കും സംഭവം. അന്ന് ആ ഭാഗത്ത് നടക്കും. അത് വല്ലാത്തൊരു തലവേദനയായിട്ട് മാറി. റെയിൽവേ ട്രാക്കിലൂടെ കിലോമീറ്ററുകൾ ഞാനും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ നടന്നിട്ടുണ്ട്. ഒരിടത്തും കാണാനൊക്കുന്നില്ല. ഒരിക്കൽ ഒരു പുലർച്ചെ പോകുന്ന ഒരു ട്രെയിനിൻ്റെ ഡ്രൈവർ ഈ ഒരു വിവരം തന്നു. ഒരു 3 പേര് ബർമുടയും ടീഷർട്ട് വിട്ട് മാത്രം ട്രെയിനിൻ്റെ ക്രോസ് ചെയ്ത്, അതായത് വഴിയൊന്നുമില്ലാത്ത ഭാഗത്ത് ക്രോസ് ചെയ്ത് പോകുന്നതായിട്ട് ഒരു വിവരം ഞങ്ങൾക്ക് ലഭിച്ചു. അപ്പോൾ ഇവരെപ്പറ്റിയുള്ള ആ ഒരു ധാരണ എങ്ങനെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഉള്ള ധാരണയ്ക്ക് ഏകദേശം ഞങ്ങൾക്കൊരു വിവരം കിട്ടുന്ന അപ്പോഴാണ് ആദ്യം. കാരണം ഈ പരിക്കേറ്റവരോ അല്ലെങ്കിൽ വീട്ടിലുള്ള ആളുകൾക്കോ ഒന്നും അവരെപ്പറ്റി സംസാരിക്കാൻ പറ്റില്ല. കാരണം പിന്നീടാണ് നമ്മളിത് മനസ്സിലാക്കുന്നത്. ഇവർ 5-6 പേരുണ്ടാവും, ഒരുമിച്ച് വരുന്നു, എന്നിട്ട് ആ റെയിൽവേ ലൈനിൻ്റെ സൈഡിലൂടെ പോവുക. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു സൂചന കിട്ടി. പോലീസ് മഫ്തിയിൽ പല സ്ഥലങ്ങളിലും പതിയിരിക്കുകയാണ്, ബൈക്കുമൊക്കെ മാറ്റി വെച്ചിട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പുലർച്ചെ 3:30 സമയമായപ്പോൾ ഒരു കോൾ വന്നു. ഇതാ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ അവർ വന്നിരുന്നു, അവർക്കിത് നടത്താൻ പറ്റിയിട്ടില്ല, അവരൊരു ബൈക്കിൽ ആണ് പോയിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ആ വീട്ടുകാരെ 2 പേരെയാണ് അതിൽ കണ്ടത് വന്നു പോകുന്നതായിട്ട്. അവർ വീട്ടിൽ വന്ന്, അതായത് വീടിൻ്റെ വാതിൽ ബലമുള്ള കല്ലുകൊണ്ടോ അല്ലെങ്കിൽ വലിയ തടിയുടെ കട്ട കൊണ്ടോ ഇടിച്ച് തുറന്നു കയറി വരികയാണ്. ആ വാതിലിൻ്റെ കുറ്റി എവിടെയാണെന്ന് നോക്കും, എവിടെയാണെന്ന് ആ ഭാഗം നോക്കി ഇടിച്ച് അകത്ത് കയറി വന്നിട്ട് ബലമായിട്ട് സ്വർണവും പൈസയും എടുത്തുകൊണ്ട് പോവുക. എതിർക്കാൻ വരുന്നവനെ
ഉപദ്രവിക്കുകയാണ്. അപ്പോൾ ഇത് ഞങ്ങൾക്കൊരു സൂചനയായി. അപ്പോൾ സ്റ്റേഷനിൽ വിളിച്ചു. ഒറ്റ മിനിറ്റ് കൊണ്ട് ആ പ്രദേശത്ത് ആ ഭാഗത്ത് പതിയിരിക്കുന്ന പോലീസുകാരുണ്ട്, അവർക്ക് ഇൻഫർമേഷൻ കൊടുത്തു. അവർ ബൈക്കുമായിട്ടാണ് ഈ ആളുകൾ അവർ പെട്ടെന്ന് ബൈക്കെടുത്ത് പിന്നാലെ പാഞ്ഞു. അതോടൊപ്പം തന്നെ ഇവരെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ പോകുന്ന കള്ളന്മാരെ പോലീസിന് കൃത്യമായിട്ട് പുറകിൽ അവർ ചേസ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ പിന്നിലിരിക്കുന്ന പോലീസുകാരൻ സ്റ്റേഷനിലും മറ്റെല്ലായിടത്തേക്കും ഇവരെ കണ്ടിട്ടുണ്ടെന്നുള്ള വിവരം കൊടുക്കുക. അപ്പോൾ എല്ലാ പോലീസുകാരും പുലർച്ചെയാണെങ്കിൽ പോലും എല്ലാവരും അപ്പം തന്നെ, കാരണം അതുപോലെ ഞങ്ങൾ അലേർട്ടായിട്ട് നിൽക്കുകയാണ്, കാരണം ഇതെങ്ങനെയും കണ്ടുപിടിക്കാൻ. അപ്പോൾ ഒരു വലിയൊരു ആശ്വാസം പോലെയാണത് വന്നത്. ഇതിന് പിന്നാലെ ജീപ്പെടുത്ത് പായുന്നു, ഈ ബൈക്കിന് പിന്നാലെ പോകുന്നു. കാരണം ഇവർ പല വഴിയിലൂടെയും കറങ്ങി പോലീസിനെ ചുറ്റിച്ചും വെട്ടിച്ചുമായിട്ട് പോകുന്നത്. ധൈര്യമായിട്ട് പോലീസ് പുറകെ പോവുകയാണ്. 2 പോലീസുകാർ വളരെയധികം ആത്മാർത്ഥതയോടുകൂടി. അങ്ങനെ ഇവർ ഓടിപ്പോകുന്നു, ഹൈവേയിലേക്ക് കയറുന്നു. നാഷണൽ ഹൈവേയിൽ ഈ പറഞ്ഞ ഹരിപ്പാടിന് ഇപ്പുറത്ത് വന്നു. അത് മുതുകുളം വഴി അവർ ആ വഴിയാണ് പോകുന്നത്. അവർക്ക് ആ വഴികളെല്ലാം നിശ്ചയമാണ്. ഇതാരാണ് എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. പോലീസ് അതേപോലെ ചേസ് ചെയ്ത് പിന്നാലെ പോവുകയാണ്. അപ്പോഴത്തേക്ക് ഇവർ ഏകദേശം ഒരു 10-20 അരമണിക്കൂറോളം ഇവർ സഞ്ചരിച്ച് എത്തുന്ന സമയത്ത് തൃക്കുന്നപ്പുഴയ്ക്ക് ഏകദേശം കിഴക്ക്, കുറച്ചുകൂടെ തെക്ക് മാറി കിഴക്ക് വശത്ത് കായലാണ്. അവിടെ കായംകുളം കായൽ വരുന്ന സ്ഥലമാണ്. ആ പ്രദേശത്തേക്ക് എത്തുന്ന സമയത്ത് പോലീസിൻ്റെ ഒരു സന്നാഹം തന്നെ, കാരണം പിന്നിലിരിക്കുന്ന പോലീസുകാരൻ കൃത്യമായ വിവരങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ വിവരമാണ്. അപ്പോഴത്തേക്ക് ആ ഭാഗത്തേക്ക് എത്തിയപ്പോഴത്തേക്ക് പോലീസിൻ്റെ തന്നെ ഒരു ശക്തമായ സാന്നിധ്യം അവിടെയുണ്ട്. അപ്പോൾ അവിടെ ഒരു പാലമുണ്ട് കായലിന് ഇപ്പുറത്ത്. അവിടെയെല്ലാം പോലീസ് ബ്ലോക്കായി ആ രീതിയിൽ തന്നെ നിൽക്കുകയാണ്. അപ്പം ആളുകളും ഇതറിയുന്നുണ്ട്, ജനങ്ങളും ഈ വിവരം അറിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പ്രയാണം അല്ലെങ്കിൽ ഒരു പരാക്രമം കാണിച്ചുള്ള പോലീസും കള്ളന്മാരുമായിട്ടുള്ള ഒരു ആക്ഷൻ അവിടെ നടക്കുന്നു എന്നുള്ളത് നാട്ടുകാരും കാണുന്നുണ്ട്, നാട്ടുകാർ അറിയുന്നുണ്ട്. അവരെല്ലാം അപ്പോഴത്തേക്ക് ഏകദേശം ഒരു വെളിച്ചം, ഒരു 5:30 സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നാട്ടുകാരും പോലീസും എല്ലാം ചേർന്ന് ഇതിൻ്റെ പിന്നാലെയും ഇതിനു വേണ്ടി സഹകരിച്ച് നിൽക്കുക. അപ്പം കൃത്യമായിട്ട് ആ പാലമുള്ളതിൻ്റെ അല്പം വടക്കോട്ട് മാറിയുള്ള സ്ഥലത്ത് വന്നു. ബൈക്ക് അവരവിടെ മറിച്ച് കളഞ്ഞിട്ട് കായലിലേക്ക് എടുത്തു ചാടി ഈ 2 പേര്. അപ്പോൾ കായലിൽ ചാടിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകണമെന്നുള്ളത് നമുക്ക് പറയാനൊക്കത്തില്ല. ഈ സമയമാകുമ്പോഴത്തേക്ക് ഞാനും അവിടെ എത്തിയിട്ടുണ്ട്. കായലിൻ്റെ ആ ഭാഗത്ത് എത്തുമ്പോഴത്തേക്ക് ഉടൻ തന്നെ പറഞ്ഞു, അവിടെ വള്ളങ്ങളുണ്ട്, വള്ളങ്ങൾ, മീൻ പിടിക്കാൻ പോകുന്ന വള്ളങ്ങൾ അവിടെയുണ്ട്, കായലിൽ മീൻ പിടിക്കുന്നു. അവരപ്പം തന്നെ വള്ളം എടുത്തു. പോലീസുകാരും ആ വള്ളങ്ങളിൽ ഒന്നല്ല ഒരു 8 വള്ളങ്ങളാണോ ഒരേ സമയം തന്നെ വരുന്നത്. അവർ നീന്തിപ്പോകുന്ന സമയത്ത് അവരെ കൈയോടെ അവിടുന്ന് പൊക്കിയെടുക്കുക. കാരണം അപ്പോഴും നെഞ്ചിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കാരണം ഇതിൽ ഒരാളെങ്കിലും വെള്ളത്തിൽ മുങ്ങി മരിച്ചാലും അതും ഒരു പ്രശ്നമാണ്. പോലീസിൻ്റെ പേരിൽ ആരോപണം വരാവുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. ആ കള്ളന്മാരെ 2 പേരെയും വള്ളത്തിൽ കയറ്റാൻ പറ്റി. വള്ളത്തിൽ കയറ്റിയതോടുകൂടി അവർ പോലീസിൻ്റെ നിയന്ത്രണത്തിലായി പൂർണ്ണമായിട്ട്. കാരണം അവരും പിടി കൊടുത്താലും പ്രശ്നമില്ല, ഇനി പറ്റില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് അവരും അപ്പോൾ എത്തി. അവരെ കൊണ്ടുവന്നു, സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. അവിടെ നിന്നു കാര്യങ്ങൾ അന്വേഷിച്ചു. യഥാർത്ഥത്തിൽ അവർ തമിഴ്നാട്ടുകാരാണ്. അവർ കളവിന് വേണ്ടി ഓരോ പ്രദേശങ്ങളിലും മാറി മാറി താമസിക്കുന്നവരാണ്. കായംകുളവും അതുപോലെ തന്നെ ഹരിപ്പാട് ആ മേഖല അവർക്ക് വളരെ നല്ല ഒരു പ്രദേശമായിട്ട് തോന്നി. അപ്പോൾ അവരുടെ സംഘത്തിൽ 10-20ഓളം ആളുകളുണ്ട്. കുടുംബമായിട്ടാണ് ഇവർ വന്നിരിക്കുന്നത്. കുട്ടികളുമുണ്ട്, അതുപോലെ തന്നെ സ്ത്രീകളുമുണ്ട്. അവരൊരു താവളമായിട്ട് ആ തൃക്കുന്നപ്പുഴയ്ക്ക് തെക്ക് മാറിയുള്ള ഒരു പ്രദേശത്ത് ഷെഡ് കെട്ടി താമസിക്കുക. ഷെഡെന്ന് പറഞ്ഞാൽ ഒരു പൊതുവായിട്ടുള്ളൊരു സ്ഥലത്ത് തുണി കൊണ്ടുമൊക്കെ വിരിച്ച്, ഏകദേശം ഒരു വേനൽ ഉള്ള സമയമാണ്, മഴ കുറവുള്ള സമയത്താണ്, തുണിയൊക്കെ വിരിച്ച് അവർ ഈ ആയുധങ്ങൾ, കറിക്കത്തി, വാക്കത്തിയൊക്കെ മൂർച്ച കൂട്ടാനുള്ള ആ രീതിയിലുള്ളൊരു തൊഴിൽക്കാരായിട്ട് അവിടെ വന്ന് കൂടിയിരിക്കുകയാണ്. ആ കുട്ടികളും കുടുംബവുമായിട്ടാണ്. പോലീസ് ഈ വിവരം കിട്ടിയ ഉടൻ തന്നെ അത് വളഞ്ഞു. ആ കോളനി പോലെ താമസിക്കുകയാണ്. 10-25ഓളം പേരുണ്ട്. അത് മൊത്തമായി വളഞ്ഞ് അതിലെ പുരുഷന്മാരെ മുഴുവൻ ഞങ്ങൾ കസ്റ്റഡിയിലെടുത്തു. റെയിൽവേ ലൈൻ തിരഞ്ഞെടുക്കാനായിട്ടുള്ള ഒരു കാരണമെന്ന് പറയുന്നത്, റെയിൽവേ ലൈനിൻ്റെ ചുറ്റുപാടുള്ള വീടുകൾ അവർ ലൊക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ട്രെയിൻ പാസ് ചെയ്ത് പോകുന്ന സമയത്താണ് ഇവർ യഥാർത്ഥത്തിൽ ഈ വാതിലിന് ഇടിക്കുന്നത്. അപ്പോൾ വീട്ടിലുള്ള ആളുകൾ പോലും, ആ ഉള്ളിൽ കിടന്നുറങ്ങുന്ന വീട്ടിലുള്ള അംഗങ്ങൾ പോലും കേൾക്കില്ല.
കാരണം റെയിൽവേ ലൈനിൻ്റെ പരിസരത്ത് താമസിക്കുന്ന ആളുകൾ സ്ഥിരമായി ട്രെയിൻ പോകുന്നതിൻ്റെ ശബ്ദം കേൾക്കുന്നതുകൊണ്ട് അവർക്കൊരു പ്രശ്നമല്ല, അല്ലെങ്കിൽ അവരൊരു പ്രത്യേക കാര്യമായിട്ട് അത് കാണാറില്ല. അപ്പോൾ ആ സമയത്ത് വീടിൻ്റെ വാതിൽ ഇടിച്ചു പൊളിച്ചാൽ പോലും അവർ കേൾക്കില്ല. അപ്പോൾ വീട്ടുകാർ പോലും അറിയില്ല, അപ്പോൾ അയൽവാസികൾ ഒട്ടും അറിയില്ല. ആ സമയത്താണ് അവർ ഉള്ളിൽ കിടക്കുന്നത്. ഒരു ട്രെയിൻ പാസ് ചെയ്തു പോകുന്ന 1 മിനിറ്റോ അല്ലെങ്കിൽ 1.25 മിനിറ്റ് സമയം കൊണ്ടാണ് ഒരു ട്രെയിൻ പാസ് ചെയ്തു പോകുന്നത്. ആ സമയത്തിനുള്ളിൽ അവർ വീടിൻ്റെ വാതിൽ പൊളിച്ചിരിക്കും. അതുപോലെ തന്നെ പോലീസോ അല്ലെങ്കിൽ നാട്ടുകാരോ കാണാത്ത രീതിയിൽ റെയിൽവേ ലൈനിൽ കൂടെ തന്നെയാണ് ഇവർ വരുന്നത്. പാളത്തിലൂടെ തന്നെ സഞ്ചരിക്കും. ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ട് ബൈക്ക് മാറ്റി വെച്ചിട്ട് പാളം വഴി തന്നെയാണ് ഇവർ സഞ്ചരിച്ച് വരുന്നത്. പിന്നെ പകൽ സമയങ്ങളിൽ ഇവർ ഈ പറഞ്ഞ ഈ കത്തി മൂർച്ച കൂട്ടാനായിട്ട് ചാണ ഉപയോഗിച്ച് ഇങ്ങനെ കറക്കുന്ന ഇത് വെച്ചിട്ട് അതിൽ സ്ത്രീകളും ഉൾപ്പെടെയാണ് ചിലപ്പോൾ വരുന്നത്. അപ്പോൾ വീടുകൾ കണ്ട് വയ്ക്കും. വീടുകളിൽ പുരുഷന്മാർ പലപ്പോഴും കാണത്തില്ല. അവിടെ വരുന്ന സ്ത്രീകളാണ് ഈ കരക്കത്തിയും അല്ലെങ്കിൽ ഈ പറഞ്ഞ കത്തിയുമായിട്ട് അതിന് മൂർച്ച കൂട്ടാനായിട്ട് ഇവർ ആ തൊഴിൽക്കാരാണെന്നുള്ള വിശ്വാസത്തിൽ അവർ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഓരോ വീടും അവർ ഈ ട്രെയിനിൻ്റെ ആ റെയിൽവേ പാളത്തിൻ്റെ സൈഡിലുള്ളതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് വയ്ക്കുകയാണ്. അപ്പോൾ സ്ത്രീകൾ വരുമ്പോൾ അവരുടെ കയ്യിലുള്ള വളകൾ കാണും, കാതിലെ കമ്മൽ കാണും, അല്ലെങ്കിൽ മാലകൾ കാണും. അങ്ങനെ ആ സ്വർണം ധരിച്ചിരിക്കുന്ന സ്ത്രീകൾ എവിടെയാണെന്നുള്ളതൊക്കെ അവർ മനസ്സിലാക്കും. അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ. അതുതന്നെ മാത്രമല്ല, ഇവരെവിടെ നിന്ന് വരുന്നുവെന്ന് ആർക്കും അറിയില്ല. ഇവരൊരു 15 കിലോമീറ്ററോളം ദൂരെയുള്ള ഒരു സ്ഥലത്താണ് ക്യാമ്പ് ചെയ്യുന്നത്. ആ ഭാഗത്ത് യാതൊരു കുഴപ്പമില്ല. അവർ കൃത്യമായിട്ട് അവർ ഈ പറഞ്ഞ ആയുധങ്ങൾ മൂർച്ച കൂട്ടുന്ന തൊഴിൽ ചെയ്യുന്ന തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആളുകളെന്നുള്ളതുള്ള അവിടെ കടകളിൽ നിന്ന് ചിക്കൻ വാങ്ങിക്കുകയും മറ്റെല്ലാം വലിയ ആഘോഷമായിട്ട് മദ്യപിക്കുകയും ഒക്കെ ചെയ്ത് ജീവിക്കുകയാണ് അവിടെ. കാരണം ഈ മോഷ്ടിച്ച് കിട്ടുന്ന പണം കൊണ്ടും സ്വർണം കൊണ്ടും അത് അവർ ആർഭാടമായിട്ട് ജീവിച്ച് കഴിഞ്ഞു പോരുകയാണ്. അതൊരു പ്രത്യേക തൊഴിലാണ്. അവരൊരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. തമിഴ്നാട്ടിൽ നിന്ന് ഇതിനായിട്ട് തന്നെ വന്നവരുമാണ്. കായംകുളത്ത് നിന്ന് ചെട്ടിക്കുളങ്ങേക്ക് പോകുന്ന വഴിക്ക് റെയിൽവേ ലൈനിൻ്റെ ആ ഭാഗത്ത് സൈഡിൽ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകനുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിലും ഇതേ രീതിയിൽ ഈ കള്ളന്മാർ വാതിൽ പൊളിച്ചകത്ത് കയറി. എന്തോ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മാല പൊട്ടിക്കുന്ന സമയത്ത് ഈ വക്കീൽ കയറി തടസ്സം പിടിച്ചു. കയ്യിലുണ്ടായിരുന്ന ആ കമ്പി വടി കൊണ്ട് ആ അഭിഭാഷകനെ അവർ ക്രൂരമായിട്ട് മർദ്ദിച്ചു. വളരെ ഗുരുതരമായ പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു ആഴ്ചകളോളം. അത് കഴിഞ്ഞ് ഈ പ്രതികളെ പിടികൂടി തിരിച്ച് ഞങ്ങൾ അവിടെ തെളിവെടുപ്പിന് ചെന്നു. അപ്പോൾ കുറച്ച് നാളുകൾ കഴിഞ്ഞു. അപ്പോൾ ഈ അഭിഭാഷകൻ പോലീസ് കസ്റ്റഡിയിലുള്ള അല്ലെങ്കിൽ പോലീസ് കൊണ്ടുവന്നിരിക്കുന്ന ആ പ്രതിയിൽ ഒരുത്തിനെ കണ്ട് തിരിച്ചറിഞ്ഞിട്ട് മുഖത്ത് നോക്കി തല്ലാനായി ആഞ്ഞോടി വന്നു. അപ്പോൾ ഞങ്ങളത് പിന്തിരിപ്പിച്ചു. അത്രയ്ക്ക് ആ രീതിയിലുള്ള സംഭവങ്ങളാണ് അന്ന് അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഈ തമിഴ്നാട്ടിൽ വന്ന പ്രതികളെ എല്ലാവരെയും ഞങ്ങൾ കോടതിയിലാക്കി. തൊണ്ടി മുതലുകൾ റിക്കവർ ചെയ്തു. സ്വർണം പല കടകളിലും അവർ തമിഴ്നാട്ടിലാണ് കൂടുതലുമായിട്ട് അത് വിൽപ്പന നടത്തിയിരുന്നത്. അത് റിക്കവർ ചെയ്തു. അവരെല്ലാവരും ആ കേസുകളിൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. ഒരിക്കൽ കളവ് മുതലായ സ്വർണം കണ്ടെടുക്കുന്നതിനായിട്ട് മധുരയിൽ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പം കള്ളന് സ്വർണ്ണക്കട കാണിച്ചു തന്നു. അതുപോലെ തന്നെ അത് സ്വർണം വാങ്ങിയ ആളെയും ആ സ്വർണ്ണക്കടയുടെ ഉടമ തന്നെയാണ്, അയാളെയും കാണിച്ചു തന്നു. അപ്പോൾ പലപ്പോഴും ഈ കള്ളന്മാർ സ്വർണം വിറ്റു എന്ന് പറയുന്ന കട യഥാർത്ഥത്തിൽ ഉള്ളതാവണമെന്ന് നിർബന്ധമില്ല. പലതും ഉണ്ടാവാം. പക്ഷേ കള്ളന്മാരുടെ സ്വഭാവത്തിൽ ഒരിക്കൽ കളവ് മുതലായ സ്വർണം വിൽക്കാനായിട്ട് അവരുടെ അടുത്ത് കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ ഇത് കളവ് മുതലാണ്, ഞാൻ എടുക്കില്ല എന്നൊരു കച്ചവടക്കാരൻ പറഞ്ഞാൽ ആ കടക്കാരനോട് ഈ കള്ളന് സ്വാഭാവികമായിട്ട് വിരോധം ഉണ്ടാവും. അതേസമയം സ്ഥിരമായിട്ട് കളവ് മുതൽ ആയ സ്വർണം എടുക്കുന്ന സ്വർണ്ണക്കടക്കാരനെ സംരക്ഷിക്കേണ്ട ബാധ്യതയും ഈ കള്ളനുണ്ട്. കാരണം നാളെ ഒരിക്കൽ കളവ് നടത്തി കൊണ്ടുചെന്നാലും എടുക്കണമല്ലോ. അപ്പം മുമ്പ് കളവ് മുതൽ എടുക്കില്ല എന്ന് പറഞ്ഞ സ്വർണ്ണക്കടക്കാരനോട് വിരോധവും ഉണ്ടാവും. അപ്പം കള്ളൻ വെറുതെ കളവായിട്ട് അയാളെ ഉപദ്രവിക്കാൻ വേണ്ടി അവിടെ ആ കടയിലാണ് സ്വർണം കൊടുത്തതെന്ന് വ്യാജമായിട്ട് പറയും. അപ്പോൾ തമിഴ്നാട്ടിൽ ഞാൻ കണ്ടത്, ഞാൻ റിക്കവറിക്ക് പോയ സമയത്ത് തമിഴ്നാട്ടിൽ നമ്മൾ കേരള പോലീസോ അല്ലെങ്കിൽ പോലീസ് അവിടെ ചെന്നിട്ട് റിക്കവറി അല്ലെങ്കിൽ കണ്ടെടുക്കാനായിട്ട് ചെല്ലുമ്പോൾ അവർക്കൊരു അസോസിയേഷനുണ്ട്, ഗോൾഡ് മർച്ചൻറ്റ് അസോസിയേഷനുണ്ട് ഓരോ സ്ഥലത്തും. അവിടെ ചെന്ന് അവരുടെ ഒരു മീറ്റിംഗ് ഹാളുണ്ട്. ആ മീറ്റിംഗ് ഹാളിൽ ആദ്യം അവരുടെ അവതരിപ്പിച്ചതിന് ശേഷം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് ഈ വന്ന പോലീസ് ഓഫീസറോടും കേസിൻ്റെ സ്വഭാവവും ഒക്കെ അവർ മനസ്സിലാക്കും. അതുപോലെ തന്നെ കള്ളനെയും അവർ ചോദ്യം ചെയ്യും. അതിനുശേഷം മാത്രം അവർക്ക് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ കളവ് മുതൽ നമുക്ക് റിക്കവറി ആയിട്ട് സ്വർണം തരികയുള്ളൂ.
അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പലപ്പോഴും ഉണ്ടാവുന്നുണ്ട്. അത് ഒരു പരിധിവരെ അത് അവരുടെ മുതൽ സംരക്ഷിക്കുന്നതിന് വേണ്ടി തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 9955442222 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. ഞാൻ കായംകുളത്ത് DYSP ആയിരിക്കുന്ന കാലത്തുണ്ടായ ഒരു സംഭവമാണ്. ഓഗസ്റ്റ് മാസം മധ്യത്തോടു കൂടിയുള്ള ഒരു ദിവസം കായംകുളം മാർക്കറ്റിൻ്റെ പരിസരത്ത് നിന്ന് ഒരാളെ കുറച്ചാളുകൾ ഒരു കാറിൽ കയറ്റിക്കൊണ്ടു പോകുന്നു, ബലമായിട്ട് കയറ്റിക്കൊണ്ടു പോകുന്നു. ആ വിവരം പോലീസ് സ്റ്റേഷനിൽ ലഭിക്കുന്നു. പോലീസ് അന്നുള്ള SI സ്ഥലത്ത് ചെല്ലുന്നു, കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. കായംകുളത്ത് സ്ഥിരമായി വന്നുകൊണ്ടിരുന്ന ഒരു കച്ചവടക്കാരനാണ്. വർഷങ്ങളായിട്ട് തമിഴ്നാട്ടിൽ നിന്നും ശർക്കര കടകളിൽ വിതരണം ചെയ്യുന്ന ഒരു കച്ചവടക്കാരൻ, രാജേന്ദ്രൻ എന്നാണ് അയാളുടെ പേര്. അയാളെ 4-5 ചെറുപ്പക്കാർ ചേർന്ന് തട്ടിക്കൊണ്ട് പോവുകയാണ് ഉണ്ടായത്. പോലീസ് സ്റ്റേഷന് മുന്നിലൂടെയുള്ള വഴിയിലൂടെ അടൂർ ഭാഗത്തേക്ക് കൊണ്ടുപോയി. പോലീസിൻ്റെ അന്വേഷണം വ്യാപിപ്പിച്ചു. കാര്യങ്ങൾ പ്രത്യേകിച്ച് യാതൊരു സൂചനയും ലഭിക്കുന്നില്ല. ഇത് ആരാണ് ഇയാളെ തട്ടിക്കൊണ്ട് പോയത്, അല്ലെങ്കിൽ എന്തിനാണ് തട്ടിക്കൊണ്ട് പോയത്, എങ്ങോട്ട് പോയി എന്നുള്ളതിനും സൂചനയില്ല. തട്ടിക്കൊണ്ടുപോയ രാജേന്ദ്രനെ പറ്റി കൂടുതൽ അന്വേഷണങ്ങൾ നടത്തി. അയാൾ തമിഴ്നാട്ടിൽ തേനി സ്വദേശിയാണ്. വർഷങ്ങളായിട്ട് ശർക്കരയുടെ ബിസിനസ് ഉള്ളതാണ്. അയാളുടെ വീടും പരിസരവുമൊക്കെ അറിയാവുന്ന ആളുകളും കായംകുളത്ത് ഉണ്ട്, തമിഴ്നാട്ടിൽ. അപ്പം അവരുടെ ബന്ധുക്കളുമായി കോണ്ടാക്ട് ചെയ്തു. അവിടെ എങ്ങാനും എത്തിയിട്ടുണ്ടോ, അയാൾക്ക് ആരെങ്കിലും ശത്രുക്കളുണ്ടോ, ഏതെങ്കിലും രീതിയിൽ അയാളെ തട്ടിക്കൊണ്ടു പോകാനുള്ളൊരു സാഹചര്യമുണ്ടോ എന്നുമൊക്കെ ഞങ്ങൾ അന്വേഷിച്ച് തിട്ടപ്പെടുത്തി ഇരിക്കുകയായിരുന്നു. പക്ഷേ കുടുംബാംഗങ്ങൾക്ക് ഇയാളുടെ ബിസിനസ്സിനെ പറ്റിയോ അല്ലെങ്കിൽ ഇയാളുടെ മറ്റ് സ്ഥലങ്ങളിലെ ബന്ധങ്ങളെ പറ്റിയോ ഒന്നും അത്രയ്ക്ക് കാര്യമായ വിവരങ്ങളൊന്നുമില്ല. പക്ഷേ അവരുടെ കാര്യങ്ങൾ ഞങ്ങൾ അവരോട് മനസ്സിലാക്കി അവരെ കോണ്ടാക്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അവരെ അച്ഛനും അതുപോലെ തന്നെ സഹോദരങ്ങളൊക്കെ ഉണ്ട്. അവരെയൊക്കെ ഫോണിലും മറ്റുമായി കോണ്ടാക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആ സമയത്താണ് ചടയമംഗലം പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലുള്ള ആയൂർ MC റോഡിൽ ആയൂർ കഴിഞ്ഞുള്ള പാലത്തിൻ്റെ താഴ്ഭാഗത്ത് പടിഞ്ഞാറ് വശത്ത് ഒരു പുരുഷൻ്റെ മൃതശരീരം, ഡെഡ് ബോഡി കാണുകയാണ്. ചടയമംഗലം പോലീസ് അതിൽ ഇൻക്വസ്റ്റ് നടത്തി. പോസ്റ്റ്മോർട്ടത്തിന് മുമ്പ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് ഇടയിൽ തന്നെ കായംകുളം പോലീസിനെ ഈ വിവരം അറിയിക്കുന്നുണ്ട്. കാരണം ഞങ്ങളയച്ച ക്രൈം മെമ്പോ ഇയാളെ മിസ്സിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇയാളെ തട്ടിക്കൊണ്ടു പോയ വിവരത്തിനുള്ള സന്ദേശം കേരളത്തിലുള്ള മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലേക്കും അറിയിച്ചിട്ടുണ്ട്. അയാളുടെ ഉയരം, അയാളുടെ അടയാളങ്ങൾ, ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക്, ആ രീതിയിലുള്ള അയാളുടെ ശരീരത്തിൻ്റെ പ്രത്യേകതകളെല്ലാം കാണിച്ചുകൊണ്ടുള്ള ക്രൈം മെമ്മോയാണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചടയമംഗലം പോലീസിന് ഇത് കായംകുളത്തു നിന്നും തട്ടിക്കൊണ്ടുപോയ ആളാണോ എന്നുള്ളൊരു സംശയം വന്നു. അവർ ഉടൻ തന്നെ ഞങ്ങളെ അറിയിച്ചു ഈ വിവരം അറിയിച്ച വേളയിൽ തന്നെ ഞങ്ങൾക്ക് ഉടൻ തന്നെ അയാളുടെ ബന്ധുക്കളെ അറിയിക്കാം എന്ന് കരുതി അവരോട് ഉടൻ തന്നെ ഇവിടെ എത്തിച്ചേരണമെന്ന് പറഞ്ഞു. പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരെത്തിച്ചേരുകയും ഈ മൃതശരീരം രാജേന്ദ്രൻ്റെ എന്ന് തിരിച്ചറിയുകയും ചെയ്തു. മാത്രമല്ല അവരുടെ ആ പ്രദേശത്തുള്ള ഒരു ടൈലർമാർക്ക്, അവിടെ ഒരു തയ്യൽക്കടക്കാരൻ്റെ ടൈലർമാർക്ക് അയാളുടെ ഷർട്ടിൽ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഞങ്ങളത് 100% രാജേന്ദ്രൻ്റെ ഡെഡ് ബോഡിയാണ് എന്നുള്ളത് ഞങ്ങൾക്കും ബോധ്യപ്പെട്ടു. അപ്പോൾ അങ്ങനെയൊരു സാഹചര്യം വന്ന സ്ഥിതിക്ക് ചടയമംഗലത്തെടുത്ത കേസ് കൂടി കായംകുളത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അവർ ആ കേസ് കൂടി ക്ലബ് ചെയ്തുകൊണ്ട് അത് ഒരുമിച്ച് ചേർത്തുകൊണ്ട് കായംകുളത്ത് തന്നെ ഈ കേസിൻ്റെ അന്വേഷണം ഞങ്ങൾ ആരംഭിച്ചു. അപ്പോൾ എന്താണ് ഇയാളെ കൊലപ്പെടുത്തുവാനുള്ള കാരണം, ഇയാളുടെ ശത്രുക്കളാരാണ്, ഇതിനെ സംബന്ധിച്ച് യാതൊരു രീതിയിലുള്ള സൂചനകളും കിട്ടുന്നില്ല. അപ്പോൾ ഇതിൽ തട്ടിക്കൊണ്ടുപോയ കൂട്ടത്തിലുള്ള ഒരാളെ പറ്റിയൊരു സൂചന രഹസ്യമായിട്ട് വിവരം ലഭിക്കുകയാണ്. കായംകുളത്ത് സ്ഥിരമായി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഒരു മുജീബ് അതിൽ ഉണ്ട് എന്നുള്ളൊരു സൂചന ലഭിച്ചു. കാരണം മുജീബ് കായംകുളം പട്ടണത്തിൽ തന്നെ താമസിക്കുന്ന ആളാണ്.
അയാളെപ്പറ്റി പറയുവാൻ അയാൾക്കെതിരായിട്ട് പറയുവാനായിട്ട് അവിടെയുള്ള കച്ചവടക്കാർക്കോ അല്ലെങ്കിൽ അവിടെയുള്ള ആ ടൗണിലുള്ള ആൾക്ക് ഭയമാണ്. ആ രീതിയിൽ പല കേസുകളിലും ഉൾപ്പെടുകയും പ്രതിയാകുകയും ചെയ്തിട്ടുള്ള ഒരു ക്രിമിനൽ സ്വഭാവമുള്ള വ്യക്തി തന്നെയാണ്. അയാൾ മുൻപ് ജയിലിൽ കിടന്നിട്ടുള്ളതാണ്. അയാൾക്ക് അവിടെ ഒരു ക്രിമിനൽ സംഘം തന്നെയുണ്ട്, അല്ലെങ്കിൽ അയാളോടൊപ്പം ചേരുന്ന ആ സ്വഭാവത്തിൽപ്പെട്ട മറ്റ് സ്ഥിരമായി കുറ്റം ചെയ്യുന്ന കുറ്റവാളികളുമുണ്ട്. അപ്പോൾ എന്തിനു വേണ്ടിയായിരിക്കും? അപ്പോൾ രാജേന്ദ്രൻ്റെ കച്ചവടത്തെപ്പറ്റി ഞങ്ങൾ കൂടുതലായിട്ട് വിശദമായിട്ട് അന്വേഷിച്ചു. അയാൾ തമിഴ്നാട്ടിൽ നിന്നും ലോറിയിൽ ശർക്കര ഇവിടെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. കായംകുളം, കൊല്ലം, കൊട്ടാരക്കര, ചങ്ങനാശ്ശേരി, കോട്ടയം ഇങ്ങനെയുള്ള എല്ലാ പ്രദേശങ്ങളിലും ശർക്കര ബിസിനസ്സുള്ള കച്ചവടക്കാർക്ക് ശർക്കര ആദ്യം 3 ദിവസം കൊണ്ട് വിതരണം ചെയ്യും. എന്നിട്ട് ലോറി അയാൾ മടക്കി അയക്കും. അതിനുശേഷം 2 ദിവസം ഈ കൊടുത്ത സ്ഥലങ്ങളിലെല്ലാം അയാൾ ബസ്സിൽ സഞ്ചരിച്ച് ആ പൈസ പിരിച്ചെടുക്കുന്ന ഒരു രീതിയിലാണ് അയാളുടെ കച്ചവടത്തിൻ്റെ സ്വഭാവം. അപ്പോൾ കൂടുതൽ ദിവസങ്ങളും അയാൾ ഇവിടെയാണുള്ളത്. വീട്ടിലുള്ളതിൽ കൂടുതലായിട്ടുള്ളത് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ പല സ്ഥലങ്ങളിലുമായിരിക്കും. അപ്പോൾ അയാളുടെ പിരിവ് കഴിഞ്ഞ് പോകുന്ന അയാളുടെ കയ്യിൽ കാര്യമായ പൈസ ഉണ്ടാവും, അല്ലെങ്കിൽ രൂപയുണ്ടാവും എന്നുള്ള വലിയൊരു തുക കാണുമെന്നുള്ള ഒരു വിശ്വാസം ഉണ്ട്. അതിൻ്റെ പേരിലാകാം ഇയാളെ തട്ടിക്കൊണ്ട് പോയത് എന്നുള്ളൊരു വിശ്വാസം, അല്ലെങ്കിൽ അങ്ങനൊരു തോന്നലാണ് ഞങ്ങൾക്ക് ആദ്യഘട്ടത്തിലുണ്ടായത്. എന്നാൽ പിന്നീട് കൂടുതലായിട്ട് ഞങ്ങൾ ഇതിനെപ്പറ്റി ഈ ക്രിമിനൽ സംഘത്തിൻ്റെ മൂവ്മെൻറ്റിനെ ചലനത്തെപ്പറ്റിയൊക്കെ കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ കൂടുതൽ പരിശോധിച്ചു. അപ്പോൾ അതിൽ മറ്റ് ചില പ്രതികൾ കൂടെ, അതുപോലെ തന്നെ മാവേലിക്കര സ്വദേശിയായിട്ടുള്ള ഒരു ലിജു, അയാളും പല കേസുകളിലും ഉൾപ്പെട്ടിട്ടുള്ള ആളാണ്. അപ്പോൾ ഇയാൾ പണത്തിന് വേണ്ടി മാത്രമാണോ ഇയാളെ തട്ടിക്കൊണ്ട് പോയത് ഈ ക്രിമിനൽ സംഘം എന്നുള്ളതിന് ഞങ്ങൾക്ക് സംശയം വീണ്ടും വന്നു. അവർ തട്ടിക്കൊണ്ട് പോകാൻ ഉപയോഗിച്ച ഒരു കാറ് വാടകയ്ക്ക് എടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ ഫേക്ക് നമ്പരായിരുന്നു. ആ കാറ് ഞങ്ങൾക്ക് കോട്ടയത്ത് ഒരു സ്ഥലത്തു നിന്നും കണ്ടെടുക്കാൻ സാധിച്ചു. അപ്പോഴും ആ കാറിൻ്റെ നമ്പർ തിരുത്തിയ ഫേക്കായിട്ടുള്ള നമ്പർ തന്നെയായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇതിൽ ചില സൂചനകൾ അപ്പോൾ ലഭിച്ചു. ഈ ക്രിമിനൽ സംഘത്തെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാവുന്ന രീതിയിലല്ല. അവരെ കിട്ടില്ല. ആരോ ഒളിവിലും മറ്റുമായിട്ട് താമസിക്കുന്നവരാണ്. കാരണം പോലീസ് കേസുകളും മറ്റും പലതുമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അതിൽപ്പെട്ട ഒരാളെ പിടികൂടാൻ സാധിച്ചു. പിടികൂടി ചോദ്യം ചെയ്യുന്ന സമയത്ത് ഇതിൽ കൃത്യമായ വിവരങ്ങൾ അപ്പോൾ മാത്രമാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. കാരണം ഈ ശർക്കര വിൽപ്പനയുമായി ബന്ധപ്പെട്ട തമിഴ്നാട്ടിലുള്ള കച്ചവടക്കാരുമായിട്ടുള്ള വിരോധം ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. കാരണം ഈ രാജേന്ദ്രൻ അവിടെ രവി എന്ന് പറയുന്ന വലിയൊരു ബിസിനസ്സുകാരൻ്റെ നടത്തിപ്പുകാരനായിട്ടാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത് ഒരു കാലഘട്ടത്തിൽ. അത് വർഷങ്ങളുടെ പരിചയം ഈ രവിയോടൊപ്പം കൂടെ നിന്ന് കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന ആളാണ് രാജേന്ദ്രൻ. രവി അവിടെ ഒരു ധനാഢ്യനായ കച്ചവടക്കാരനാണ്. അപ്പം ആന ചിഹ്നത്തിലുള്ളതാണ്, ആനമാർക്കാണ് ശർക്കര രവിയുടേത്. പക്ഷേ ഈ രാജേന്ദ്രന് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ കച്ചവടത്തിൻ്റെ എല്ലാ അടവുകളും പഠിച്ചു കഴിഞ്ഞ് എല്ലാ കസ്റ്റമേഴ്സും രാജേന്ദ്രനുമായിട്ടാണ് ബന്ധപ്പെടുന്നത്. രവിയാണ് ഇതിൻ്റെ ഉടമയെന്നുള്ളത് ആർക്കും തന്നെ അറിയില്ല. രാജേന്ദ്രന് എവിടുന്നോ ശർക്കരയുമായി വരുന്നു, പക്ഷേ വിൽപ്പന നടത്തുന്നു, കാശ് വാങ്ങുന്നു, പോകുന്നു. ഇതിനിടയിൽ രാജേന്ദ്രൻ ഒരു ആനക്കുട്ടിയും ചിഹ്നമായിട്ട്, അതായത് ഒരു വലിയ ആനയും ഒരു കുഞ്ഞാനയും അയാളുടെ മാർക്കായിട്ട് എടുത്തിട്ട് അയാളുടെ സ്വന്തം നിലയിൽ ചാക്കില അടയാളങ്ങൾ രേഖപ്പെടുത്തി ശർക്കര വിൽപ്പന തുടങ്ങി. അതോടൊപ്പം തന്നെ രവിയുടെ ശർക്കരയും ചെറിയ തോതിൽ കൊടുക്കുന്നു. അപ്പോൾ ഇത് രവി മനസ്സിലാക്കുന്നു പിന്നീട്. അങ്ങനെ വന്നപ്പോഴത്തേക്ക് രവിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കച്ചവടം വളരെ വൻതോതിൽ കുറഞ്ഞു. രാജേന്ദ്രൻ്റെ ശർക്കര മാത്രമാണ്, ഈ രണ്ടാനയുള്ള ശർക്കര തന്നെയാണ് ആളുകൾ കൂടുതൽ പ്രിയവും അത് വാങ്ങുകയും ചെയ്യുന്നത്. മാത്രമല്ല രവിക്ക് ഈ എവിടേക്കാണോ ഇത് വിൽപ്പന നടത്തുന്ന ആ കച്ചവടക്കാരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആ ഇടപാടുകളും കാശിൻ്റെ ഇടപാടുകളും ആളുകളുമായി ബന്ധപ്പെടുന്നതും ഒക്കെ രാജേന്ദ്രൻ തന്നെയാണ്. അപ്പോൾ രവിക്ക് എങ്ങനെയും ഇയാളെ തകർക്കണം, അല്ലെങ്കിൽ അയാളോടുള്ള ആ വാശി വൈരാഗ്യം വലുതായി വന്നു. ഇതിന് രാജേന്ദ്രൻ്റെ കച്ചവടം വിപുലീകരിക്കുകയും രാജേന്ദ്രൻ കച്ചവടത്തിൽ നേട്ടങ്ങൾ നേടുകയും ചെയ്തു. രവി ഈ സമയത്ത് രവിക്ക് തകർച്ചയായിരുന്നു. സാമ്പത്തികമായും തകർച്ച വന്നു, കച്ചവടം പല രീതിയിലും മോശമായി. അങ്ങനെ വന്ന് രവി ഈ രാജേന്ദ്രനെ കൊലപ്പെടുത്താൻ തന്നെയാണ് തീരുമാനിക്കുന്നത്.
അതിനായിട്ട് നിയോഗിച്ച ഒരു സംഘമാണ് ഈ പറഞ്ഞ കായംകുളത്ത് നിന്നും അയാളെ തട്ടിക്കൊണ്ടു പോയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇവരിൽ നിന്ന്, ഈ പ്രതികളിൽ നിന്ന് തന്നെ ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഈ മുജീബ്, ലിജു അവരടങ്ങുന്ന ആ ക്രിമിനൽ സംഘത്തെ എല്ലാവരെയും പോലീസ് അറസ്റ്റ് ചെയ്യാനുള്ള സാധിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണത്തിലാണ് രവിയുടെയും അതോടൊപ്പം തന്നെ രാജേന്ദ്രനുമായിട്ട് വിരോധമുള്ള മറ്റൊരു കച്ചവടക്കാരനും രവിക്ക് സഹായിയായി നിന്ന് ഈ കുറ്റകൃത്യത്തിലെ ഗൂഢാലോചന നടത്തിയിരുന്നതായി മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ കേസിൽ എല്ലാ തെളിവുകളും ശേഖരിച്ച് പോലീസ് അന്വേഷണം കൃത്യമായ രീതിയിൽ നടത്തിയിട്ടുള്ള ഒരു കേസാണ്. ഗൂഢാലോചന കുറ്റം രവിയുടെ പേരിലും മറ്റ് ആ തമിഴ്നാട്ടിലെ രവിയുടെ സഹായിയുടെ പേരിലും ബാക്കിയുള്ളവരുടെ പേരിലെല്ലാം ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ കോടതിയിൽ ചാർജ് കൊടുക്കുകയും കേസ് വിസ്തരിക്കുകയും ചെയ്തു. വിസ്താരവേളയിൽ ഇതിൽ ഇയാളെ തട്ടിക്കൊണ്ട് പോകുന്നു എന്ന് കണ്ട സാക്ഷി പോലും പ്രോസിക്യൂഷൻ അനുകൂലമായിട്ട് സാക്ഷിമൊഴി പറയാൻ തയ്യാറായില്ല. കാരണം ഇതിലെ പ്രതികൾ അത്രയ്ക്ക് സാക്ഷികളുടെ മേൽ സമ്മർദ്ദം ചെലുത്തുകയും ശക്തമായി ഇടപെടുകയും ചെയ്തതിൻ്റെ പേരിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ആ കേസ് അതുകൊണ്ട് തന്നെ കോടതി പ്രതികളെ വിട്ടയക്കുകയാണ് ഉണ്ടായത്. ഗ്രാമം ഒന്നായി അങ്ങോട്ട് വന്നു, ജനങ്ങൾ മൊത്തമായിട്ട് അവിടെ കൂടി. പോലീസ് വിവരം അറിഞ്ഞു, പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. എന്താണ് ഏതാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരു വിവരവുമില്ല. വളരെയധികം വിഷമമുളവാക്കുന്ന, ബുദ്ധിമുട്ടുളവാക്കുന്ന ഒരു രംഗമായിരുന്നത്.